അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൂസ് ആൻഡ് ഇപ്പൂസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാൽ അപ്പൂസിൻ്റെ വീഡിയോ കണ്ടല്ലോ, അപ്പൂസിൻ്റെ എൻട്രൻസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നമ്മൾ റിസൾട്ട് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ അപ്പൂസ് പാസ്സാണ്. പക്ഷേ അപ്പൂസ് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൂസിനോട് നമുക്ക് പറയാം, അപ്പൂസ് നീ ഫെയിലായെന്ന് പറയാം, അവൻ്റെ റിയാക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പറയാനുള്ള മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം. ഓക്കെ, ആണോ? എന്തിനാ ബലൂണ് ആണോ? എടാ പിന്നെ നിന്റെ റിസൾട്ട് വന്നു, നീ എൻട്രൻസ് എഴുതിയില്ലായിരുന്നോ? നീ എന്താ പറയുന്നത്? തോറ്റെന്നാണോ പറയുന്നത്, ജയിച്ചെന്നാണോ പറയുന്നത്? തോറ്റെന്നാണോ പറയുന്നത്? ഒരു ഫെയിൽഡ് എന്നാണ് ഇട്ടേക്കുന്നത്. ഫെയിൽഡ് എന്നാണ് ഇട്ടേക്കുന്നത്. ഇവിടെ ഇനി എക്സാം ഇല്ല, ആ ഒറ്റ എക്സാമേ ഉള്ളൂ. അല്ലെ പിന്നെ ഇനിയിപ്പം പോയിട്ട് പ്രിൻസിപ്പളിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ എങ്ങനെയായാലും. ഇപ്പോൾ ഇപ്പൂന് അവിടെ അഡ്മിഷൻ കിട്ടില്ല, നിനക്ക് ഇനിയും കിട്ടത്തില്ല. ഇനിയിപ്പോൾ അവർ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പം എനിക്ക് വന്ന് ഓഫീസിൽ പോയി സംസാരിച്ച് പ്രിൻസിപ്പളിനെ പോയി സംസാരിക്കണം എന്ന് തോന്നുന്നു. അവിടെ കുറേ പേര്, പക്ഷേ കാൽവിന് കിട്ടി കേട്ടോ. കാൽവിന് പാസ്ഡ് എന്നാണ് ഇട്ടേക്കുന്നത്. നീ ഒന്നും എഴുതിയില്ലായിരുന്നു അപ്പം? എഴുതിയോ? സങ്കടമുണ്ടോ? അങ്ങനെ ആണോ? എന്നാലും നിനക്ക് അവിടെ പോയി അവിടെ ഇവന്റെ കൂടെ പോകണമെന്നില്ലായിരുന്നു നിനക്ക് യുണൈറ്റഡിൽ? ശരി, ഞാൻ വിചാരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു. പോട്ടറാ പോ, അല്ലേ നമുക്കിനി അപ്പോൾ നമുക്ക് വേറെ സ്കൂളിൽ നോക്കിയാലോ? അവിടെ പോയിട്ട് തോറ്റു കഴിഞ്ഞാലോ? അങ്ങനെ എത്ര സ്കൂള് പോകുക അപ്പൊ കരാടത്തേക്ക്? ജയിക്കുന്നിടം വരെ നോക്കുക. എന്തൊക്കെയാ ക്വസ്റ്റ്യൻ ചോദിച്ചത്? ഞാൻ നിന്നോട് പിന്നെ ചോദിച്ചത് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ലോ എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ അപ്പൊ ഫെയിൽ ആയെന്ന് പറഞ്ഞപ്പോഴത്തേന് അത്ര കട്ടിയായിരുന്നോ? ആയിരുന്നോ? ആണോ? നീ ഒന്നും പഠിക്കാനായിട്ട് ഇത് പിറ്റേ തലേദിവസം ഇരുന്ന് കളിക്കുമല്ലായിരുന്നു ഇരുന്നുണ്ട്. നീ എക്സാമിനൊന്നും എഴുതി അതിനെ പഠിക്കേണ്ട ആവശ്യമില്ല. മാത്സ് ഒക്കെ നീ ചെയ്ത് പഠിക്കത്തില്ലായിരുന്നോ? ചിലപ്പോൾ മാത്സിനാ പോയെങ്കിലോ? എന്താടാ, മാത്സിനാ മാർക്ക് പോയെങ്കിലോ? ഇതാ പറഞ്ഞ പഠിക്കേണ്ട സമയത്ത് ഇന്ന് ആലോചിച്ച് നല്ലതായിട്ടിരുന്ന് പഠിക്കണ്ടായിരുന്നോ? ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോകത്തില്ലായിരുന്നോ? പോട്ടെ. നീ ഇന്റർനാഷണലും പൊക്കോ, അവന് യുണൈറ്റഡിലും പൊക്കോളൂ. അത് മറ്റേ മീൻ അങ്കോ എന്തോ ഒരു സൈഡ് നീ കഴിഞ്ഞ ദിവസം അപ്പുറത്തെ അങ്കിളൊക്കെ കൊണ്ടു തന്നില്ലായിരുന്നു ആ മീൻ. എടാ, നീ ഇവന്റെ സ്കൂളിൽ പോകുന്നോ അതോ നീ ഇവിടെ തന്നെ പോകുന്നോ? അന്ന് നമ്മൾ പോയ ആ സ്കൂളിൽ പോകും. അപ്പൂന്റെ സ്കൂളിൽ പോയാൽ മതി. അപ്പൂന്റെ കൂടെ പോകുന്നുള്ളൂ. അപ്പൂന് അവിടുന്ന് അപ്പൂന് പഠിക്കാൻ പയ്യെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറ്റാൻ പോയത്. അപ്പൊ നീ ഇനി അങ്ങോട്ട് പോവാണോ? ഭയങ്കര പഠിത്തോ അവന്. മര്യാദക്ക് ABCD പറയാൻ അറിയത്തില്ല അവന്. പ്ലേ സ്കൂളിലും പോയില്ല, എങ്ങും പോയില്ല. എന്തോ എത്ര ആളാണ് നീ പ്ലേ സ്കൂളിൽ പോയിട്ട്? 1 മാസോ? ബാക്കി എവിടെ പോയി? നമ്മള് ഓഗസ്റ്റ് നാട്ടിൽ പോയി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബറിൽ വന്നു. ഒക്ടോബറിൽ ക്ലാസ് പോയി. പിന്നെ നവംബർ, ഡിസംബർ, ഇപ്പൊ 2 മാസമായി പോയിട്ട്. അങ്ങനെ പഠിക്കാൻ വേണ്ട, ഒന്നും വേണ്ട, കുഞ്ഞു വിളിച്ചാൽ നോക്കുക. അപ്പൂൻ്റെ കൂടെ പോയാൽ മതി. നിന്നെ പഠിപ്പിക്കുന്നില്ല, നിനക്ക് മറ്റേ ഇത് വാങ്ങിച്ചു തരാം, ഉന്തുവണ്ടിയും കുറച്ച് പച്ചക്കറിയും കൂടെ, അല്ലെ കപ്പലിൻ്റെയും കൂടെ വാങ്ങിച്ചു തരാം. ഉന്തുവണ്ടി തള്ളിക്കൊണ്ട് കപ്പലിൻ്റെ വിറ്റുകൊണ്ട് നടന്നാൽ മതി.
കപ്പൽ ഡേ എന്താ അതിനാ ഇഷ്ടമല്ല അത് നിന്നെ അതിനാ വിടുന്നത്. നിന്നെ കപ്പലിൽ വയ്ക്കാനാ വിടുന്നത്. അല്ല മീൻ കച്ചവടത്തിന് വിടാം. ഒരു സൈക്കിൾ വാങ്ങിച്ചാൽ ഒരു പെട്ടി വാങ്ങിച്ചാൽ അതിൻ്റെ പുറയിലാണെങ്കിൽ സൈക്കിളിൻ്റെ പുറകെ പെട്ടിക്കകത്ത് മീനെ ഇട്ടുകൊണ്ട് മീനെ അയില 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 എന്നൊക്കെ പറഞ്ഞ് നടക്കാം. നിങ്ങൾക്ക് പഠിക്കുന്നത് ഇഷ്ടമല്ലല്ലോ ആണോ? എന്തോ മുട്ടായി കട. അപ്പൊ വാങ്ങിച്ചു വെച്ചത് നീ വാങ്ങിച്ചു വെക്കുന്ന മുട്ടായി അല്ല നിനക്ക് തന്നെ തിന്നാനല്ലേ, വിൽക്കാനല്ലോ. ആ വിൽക്കാൻ പോടാന്ന്. ആയിക്കോട്ടെ അത് പോട്ടെ. അപ്പൊ എന്നെ ഇപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു അവനോട് പറയണ്ട റിസൾട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിചാരിച്ചു കഴിയുമ്പോ പറയാതിരുന്നിട്ടുണ്ട് കാര്യം. വേനെടുക്കുവാണോ ചെവിക്കാത്തോ? വെള്ളം പോയോ? എന്നാലും ഞാൻ വിചാരിച്ചു കിട്ടുമെന്ന് വിചാരിച്ചു. നീ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലും കിട്ടുമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി. ചുമ്മാ ഇടാ പോ കിട്ടിയടാ നിനക്ക് പാസ് കൊണ്ട് കിടക്കാം. എനിക്കറിയില്ല നീ പാസ് പറഞ്ഞിട്ടാണ് നിന്റെ പാസ്റ്റാ. നീ കാൽവിന് പിന്നെ വേറെ ആരാണ്ട് ഒരു മൂന്നാല് 6 പേരാണ്ടുണ്ട്. ഷോഹനൊക്കെ പാസ്റ്റാ. വേറെ ആരാണ്ടെ ഇതില് മീറ്റ് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞ കിടപ്പുണ്ട് ഫെയിലായിട്ട്. നിന്റെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ ദൈവമേ പാസ് എന്ന് കാണണേന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേന് ഫസ്റ്റ് നെയിം ഒന്നാമത്തെ പേര് നിന്റെ കെന്നത്ത് മാത്യു റോജു. ആഹാ പാസ്റ്റ്. ഓ അപ്പോഴൊരാശ്വാസം വന്നു. ഫോണിലൊന്നും അവിടെ നോട്ടീസ് ബോർഡ് ഇടുന്നല്ലേ പറഞ്ഞേ. നോട്ടീസ് ബോർഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഫാസ്റ്റാ. അപ്പൊ ഇനി അപ്പൂനും ഇപ്പൂനും ഇനി ഒരു സ്കൂളിൽ പോവാം. അപ്പം ഗൈസ് നമ്മുടെ അപ്പുവിൻ്റെ റിയാക്ഷൻ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പം ഓൾറെഡി അവനോട് ഫെയിലായെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ഒരു ചെറിയൊരു എന്താ പറയുക ഒരു ബുദ്ധിമുട്ട് അവന് തോന്നി, വിഷമം തോന്നി. അത് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. പിന്നീട് അവന് ഓൾറെഡി മെൻ്റലി പ്രിപ്പയർഡ് ആയതുകൊണ്ട് അവന് അത്രയും ഇത് തോന്നിയില്ല. ഓക്കെ എനിവേ ഞാനും വിചാരിച്ചായിരുന്നു ഫെയിലാകട്ടെ എന്നൊക്കെ. മീൻസ് പാസ്സാകട്ടെ ഇല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയി നോക്കിയത്. അപ്പം പാസ്ഡാണ്. ഓക്കെ എന്തോ ക്വസ്റ്റ്യൻ വന്നെന്ന് പോലും ഞാൻ ചോദിച്ചില്ല. കാരണം കഴിഞ്ഞ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ചോദിച്ചാൽ അവനെയും കൂടുതൽ ഇതാക്കണ്ടല്ലോ എന്ന് തന്നെ വിചാരിച്ചായിരുന്നു. ഓക്കെ എനിവേ എന്തായാലും പാസ്സായി. അപ്പം ഇനിയും ഇപ്പം അപ്പൂനും ഒരേ സ്കൂളിൽ പോകാം. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും നമ്മുടെ മീൻസ് ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. എന്താണല്ലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ അപ്പോൾ എന്താണേലും നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ.